ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദൗർഭിർയുക്താ ചതുർഭിः സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്ന. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യസ്മിൻ സർവം യതഃ സർവം യസ്സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. ഹരി ഓം. വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര വിഷയത്തിൽ പ്രാതസ്മരണീയയായ സൗദാമിനിജിയുടെ ദേഹവിയോഗ വാർത്ത ഏവർക്കും സങ്കടം സമ്മാനിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ശോചനീയ അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പതിവായി എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരുമായിരുന്നു. അന്നൊക്കെ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരമാണ് ക്ലാസ്.
വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഏതായാലും ആ ക്ഷേത്രം ഇന്ന് അതിൻ്റെ ജീർണാവസ്ഥകളൊക്കെ അതിക്രമിച്ച് വളരെ ഉജ്ജ്വലമായ രീതിയിലൊരു മഹാക്ഷേത്രമായി പരിണമിച്ച സന്തോഷം കാണുന്നതിൽ വളരെ സംതൃപ്തിയുണ്ട്. അതിന് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം പകർന്നു നൽകിയ അനവധി പേരുണ്ട്. കൂട്ടത്തിൽ മാതൃസവിശേഷമായ വാത്സല്യത്തോടെ ഏവർക്കും പ്രചോദനം പകർന്ന സൗദാജി ഈ വർഷം ഉത്സവത്തിനില്ല എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമി തൃപ്പാദങ്ങളിൽ സാനന്ദം സൗദാജി വിശ്രമിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമ്മയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഷണ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഭജഗോവിന്ദം എന്ന വിഷയമാണ് ഇവിടെ ഭാഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു മഹാരാജാവ് വേഷപ്രച്ഛന്നനായി നടന്ന് പ്രജകളിൽ നിന്നും ഭരണത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഉദ്യമിക്കുമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മകനെ ഈ വിഷയത്തിൽ നിയോഗിച്ചു തുടങ്ങി. അങ്ങനെ ഒരിക്കൽ മകൻ വേഷപ്രച്ഛന്നനാവുക എന്ന് പറഞ്ഞാൽ വേഷമൊക്കെ മാറി കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ചില നടന്മാരൊക്കെ അങ്ങനെ സഞ്ചരിക്കുമല്ലോ. അതാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ സാധാരണ വേഷമൊക്കെ ധരിച്ച് നടക്കുക. ഈ മഹാരാജാവിൻ്റെ മകൻ രാജകുമാരൻ ഇപ്രകാരം വേഷപ്രച്ഛന്നനായി നടന്ന് ഒടുവിൽ ഒരു അതിർത്തി ഗ്രാമപ്രദേശത്തിൽ എവിടെയോ എത്തിപ്പെട്ടു. എന്ന് മാത്രമല്ല, ഒരപകടത്തിലും പെട്ടു. അങ്ങനെ ഒരു അപകടത്തിൽ പെട്ട സമയത്ത് ഇദ്ദേഹത്തെ രക്ഷിച്ച ഒരു കുടുംബം, ഇദ്ദേഹത്തിന് ഏറ്റവും കൗതുകം തോന്നിയത് അവിടെ ഒരു പെൺകുട്ടി വളരെ ഔചിത്യത്തോടെ പെരുമാറിയതാണ്. രക്ഷിച്ചു, എന്നിട്ട് കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ ഉചിതമായ രീതിയിൽ വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു, ശുശ്രൂഷയൊക്കെ നൽകി. രാജകുമാരൻ കാര്യമൊന്നും വെളിപ്പെടുത്തിയില്ല. പൂർവാധികം ആരോഗ്യം കൈവരിച്ച് തിരിച്ച് കൊട്ടാരത്തിലെത്തി. എന്നിട്ട് മഹാരാജാവിനോട് സംഭവത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞ ശേഷം തൻ്റെ ഉള്ളിലുള്ള ഒരു കൗതുകത്തെക്കുറിച്ച് പറഞ്ഞു. രാജകുമാരൻ വ്യക്തമാക്കിയ ആഗ്രഹം എന്താണ്? തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയുടെ ഔചിത്യബോധം, പെരുമാറ്റം.
അതുകൊണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കണം. മഹാരാജാവ് പറഞ്ഞു, ആലോചിക്കാം. ഇതങ്ങനെ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മഹാരാജാവ് ഈ കുട്ടിയുടെ കാര്യങ്ങളും പരിസര കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. അതിനുവേണ്ടി ചാരന്മാരെയൊക്കെ നിയോഗിച്ചു. അപ്പൊ അവരെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, കുട്ടി നല്ല ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയാണ്, അച്ഛനും അമ്മയൊക്കെ സംസ്കാര സമ്പന്നരാണ്, പിന്നെ ഒരു കൊട്ടാരത്തിലേക്കൊക്കെ മരുമകളായി എത്തുക എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. ഒരു മഹാരാജാവിന്റെ കുടുംബത്തിലേക്ക് വരാൻ പറ്റിയത് വേറൊരു മഹാരാജാവിന്റെ കുടുംബത്തിലെ അംഗത്തിനല്ലേ. ഇത് പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുട്ടി ഏതായാലും നല്ല കുട്ടിയാണ്. കാഴ്ചയ്ക്ക് നല്ല സൗന്ദര്യമുണ്ട്, ബുദ്ധി സാമർഥ്യമുണ്ട്, പഠിക്കാനാവുന്നിടത്തോളമൊക്കെ പഠിച്ചിട്ടുണ്ട്. മഹാരാജാവ് ഏതായാലും മകന്റെ താല്പര്യത്തിന് വഴങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ കുടുംബത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അവർക്ക് 2 ഞെട്ടലാണ് ഉണ്ടായത്. ഒന്നാമതുണ്ടായ ഞെട്ടൽ എന്താണ്? അന്ന് അപകടത്തിൽപ്പെട്ടത് കൊട്ടാരത്തിലെ ആളാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതും മഹാരാജാവിന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്നാമത്തെ ഞെട്ടല്. രണ്ടാമത്തെ ഞെട്ടല്, അന്ന് കണ്ടു അത്രേ, ഇഷ്ടപ്പെട്ടു അത്രേ, കല്യാണം കഴിക്കണത്രേ. അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമായി. ഇനിയിപ്പോ രണ്ടാമതൊന്നും ആലോചിക്കാനില്ല എന്നാ അവരുടെ പക്ഷം. പക്ഷെ രാജകുമാരി പറഞ്ഞു വരട്ടെ. ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്കൊരു നിർബന്ധമുണ്ട്. വലിയ കുടുംബത്തിൽ നിന്ന്, അത് മഹാരാജാവിന്റെ കുടുംബത്തിൽ നിന്ന് ആലോചന വന്നിട്ട് നിർബന്ധം വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ചൂടായി നോക്കി. പക്ഷെ മഹാരാജാവ് പെൺകുട്ടിക്ക് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് തുറന്നു പറയാൻ പ്രോത്സാഹിപ്പിച്ചു. ഈ കുട്ടി മഹാരാജാവാണെന്നും നോക്കിയില്ല, നല്ല തൻ്റെ ഇടത്തോടെ പറഞ്ഞു. ആള് രാജകുമാരനൊക്കെയാണ്, ശരി, സമ്മതിച്ചു. പക്ഷെ എന്തെങ്കിലും തൊഴിലറിയോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇതാണ് എൻ്റെ ഒരു ദൃഢമായിട്ടുള്ള നിശ്ചയം, തീരുമാനം. ഇങ്ങനൊരു വാശി എത്ര വിഡ്ഢിത്തമാണ്! മഹാരാജാവിന്റെ മകന് തൊഴിലറിയേണ്ട വല്ല കാര്യമുണ്ടോ? എത്രയോ പരമ്പരയ്ക്ക് ജീവിക്കാനുള്ള സ്വത്താണ്. പക്ഷെ മഹാരാജാവ് ഈ ഭാവി മരുമകളാവാൻ പോകുന്ന കുട്ടിയുടെ താല്പര്യത്തെ സംബന്ധിച്ച് അനുകൂല ഭാവം പ്രകടിപ്പിച്ചു എന്നാണ്. കേട്ടില്ലേ? രാജകുമാരനാവട്ടെ, യുവരാജാവാകട്ടെ, ആകെ നിരാശനായിപ്പോയി. ചോദിച്ചു, എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു തൊഴിൽ, ഒന്നുകിൽ നെയ്യാൻ പഠിക്കുക, അല്ലെങ്കിലോ എണ്ണയാട്ടാൻ പഠിച്ചാൽ മതി. ആട്ടാൻ പഠിക്കാം, നെയ്യാൻ പഠിക്കാം, മൺവട്ടിയെടുത്ത് കിളയ്ക്കാൻ പഠിച്ചാലും മതി, കൃഷിപ്പണി പഠിക്കാം,
ഇല്ലെങ്കിലോ മുടിവെട്ടുന്ന പരിപാടി മതി. കേട്ടില്ലേ? എന്തെങ്കിലും ഒരു തൊഴിൽ. രാജകുമാരന് അതൊന്നും അത്ര രസിച്ചില്ല. വേറെ തെങ്ങ് കയറ്റം പഠിച്ചാലും മതി. വേറെ അല്ലെങ്കിൽ അങ്ങേക്ക് പാടാൻ അറിയാമോ? പാട്ട് പഠിച്ചാൽ മതി. അതുകൊണ്ടും തീരെ ഗതി കെട്ട് കഴിഞ്ഞാൽ ഒരു തുണി വിരിച്ച് പാട്ട് പാടിയാൽ മതി. എന്തെങ്കിലും. ഒടുക്ക മഹാരാജാവ് എന്ത് തീരുമാനിച്ചു? ഫ്ലൂട്ട് പഠിക്കാൻ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഫ്ലൂട്ട്, ഓടക്കുഴൽ വായിക്കാൻ. അങ്ങനെ ഏതാണ്ട് 6 മാസം നന്നായിട്ട് അഭ്യസിച്ച് ഓടക്കുഴൽ വായിക്കാൻ രാജകുമാരൻ സമർത്ഥനായി. ഇപ്പൊ വിവാഹം അതുകൊണ്ട് തീരുമാനമായി. വേറെ സംശയമൊന്നുമില്ല. വിവാഹ ചടങ്ങിനോടൊപ്പം തന്നെ ഈ രാജകുമാരന്റെ അരങ്ങേറ്റം. കേട്ടില്ലേ? അതൊക്കെ ഒരുപക്ഷെ ആദ്യ സംഭവമായിരിക്കും. കല്യാണത്തോടൊപ്പം അരങ്ങേറ്റം, അല്ലെങ്കിൽ ഒരു അരങ്ങേറ്റം തന്നെയാണല്ലോ. ഏതായാലും ഓടക്കുഴൽ വായിക്കുക, അരങ്ങേറ്റം. പരിപാടിയൊക്കെ ഗംഭീരായി വിജയിച്ചു. ആദ്യ രാത്രിയിൽ രാജകുമാരൻ പറഞ്ഞു, എന്നാലും നിന്റെ ഒരു പിടിവാശി. വർഷങ്ങളേറെ കഴിഞ്ഞു. മഹാരാജാവ് നാട് നീങ്ങി. യുവരാജാവ് മഹാരാജാവായിട്ട് അഭിഷിക്തനായി. അങ്ങനെയാണല്ലോ പ്രയോഗം. അഭിഷേകം ചെയ്യപ്പെട്ടു. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പുരോഗമിക്കുകയാണ്. ഈ മരുമകളാകട്ടെ മഹാറാണിയായല്ലോ ഇപ്പൊ. നല്ല സമർത്ഥ. എവിടുന്ന് എത്രയൊക്കെ വിവരം എന്ന് ചോദിക്കുക. ശരിക്കും കൊട്ടാരത്തിൽ എത്തിപ്പെട്ടത് നന്നായി. ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും അതിർത്തി ഗ്രാമത്തിൽ ഈ അറിവും വിവരവും വിവേകവും പക്വതയും ഒക്കെ വൃഥാവിലായി പോയേനെ, വേസ്റ്റായി പോയേനെ. ഇത് സന്തോഷം. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോ തൊട്ടടുത്ത രാജ്യം അപ്രതീക്ഷിതമായിട്ട് ആക്രമണം നടത്തി. അപ്രതീക്ഷിതമായതുകൊണ്ട് വേണ്ടത്ര പൊരുതി നിൽക്കാൻ ഈ നാടിന് സാധിച്ചില്ല. കുറച്ചൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കേട്ടില്ലേ? എന്ത് സംഭവിച്ചു? മഹാരാജാവ് തടവിലാക്കപ്പെട്ടു. രാജ്യം ഇപ്പൊ ആരുടെ കയ്യിലായി? അയൽപക്കത്തെ രാജാവിൻ്റെ കയ്യിലായി. കേട്ടില്ലേ? മഹാരാജാവിനെ അവര് തടവിലാക്കി കൊണ്ടുപോയിരിക്കുന്നു. മഹാറാണിയാകട്ടെ കാര്യങ്ങളൊക്കെ അബദ്ധമായി എന്ന് കണ്ടറിഞ്ഞ് വളരെ വിശ്വസ്തരായ ചില മന്ത്രിമാരുടെ സഹായത്തോടെ ഒളിച്ചോടി. ഇവര് മഹാറാണിക്കും മറ്റ് മന്ത്രിമാർക്കും വേണ്ടി കുറെ തെരച്ചിലൊക്കെ നടത്തി. കണ്ടെത്താൻ പറ്റിയില്ല. മഹാരാജാവിനെ ഇവര് കൊണ്ടുപോയി പാർപ്പിച്ചത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്താണ്. അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു കാട്ടിൽ, കൊടുങ്കാട്ടിൽ. കേട്ടില്ലേ? വളരെ ഉയരത്തിലുള്ള ഒരു ഒറ്റ കൽമണ്ഡപം.
അതായത് ഒറ്റ കല്ലിങ്ങനെ വളരെ ഉയരത്തിൽ, ആർക്കും കയറി പറ്റാൻ പറ്റില്ല, അത്രയും ഉയരത്തിൽ, അതിനും മുകളിലുള്ള ഒരു മണ്ഡപത്തിൽ ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കേട്ടില്ലേ? അതിന് മുകളിൽ പ്രാർത്ഥിച്ചിരിക്കുക, ഏകാന്തവാസം. അതെന്തിനാ അങ്ങനെ കൊണ്ടുപോയിട്ട് തടവിൽ പാർപ്പിച്ചതെന്നാണെങ്കിൽ, ആ മഹാരാജാവിന് ഈ രാജ്യത്തിൽ പൂർണ്ണമായ നിയന്ത്രണം കിട്ടണം. അപ്പൊ പല രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. അതിനെന്ത് വേണം? ഇങ്ങനെ കുറച്ചു പേരെ നിലനിർത്തണം. ഇങ്ങനെ മഹാരാജാവിനെ തൻ്റെ വരുതിയിൽ നിർത്തണം. അതിനു വേണ്ടിയാ. കേട്ടില്ലേ? അങ്ങനെ ഈ മഹാരാജാവ് അവിടെ ഒറ്റക്കൽ മണ്ഡപത്തിൽ തടവറയിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തടവിലാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു അഭ്യർത്ഥന നടത്തി. എന്താ അഭ്യർത്ഥന? എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമല്ലോ, എൻ്റെ ഓടക്കുഴല് കയ്യെ കരുതാൻ. കേട്ടില്ലേ? അനുവാദം തരണം. അതേതായാലും അനുവദിച്ചു. സംഗതിയുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെ പഴയ യുവരാജാവ്, പുതിയ മഹാരാജാവ്, സമർത്ഥയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച രാജകുമാരൻ എവിടെയാണ്? ഒരു ഒറ്റക്കൽ മണ്ഡപത്തിൽ, ഒറ്റക്കൽ മന്ദിരത്തിൽ, കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് ആകപ്പെട്ടിരിക്കുക. നമ്മുടെ മഹാറാണി അവര് വെറുതെ ഇരിക്കുകയായിരുന്നില്ല, അവരന്വേഷിച്ച് നടക്കന്നെയാ. കേട്ടില്ലേ? അവരാലോചിച്ചപ്പോൾ നിശ്ചയമായിട്ടും ഈ മഹാരാജാവിനെ തടവിൽ പ്രാപിച്ചിട്ടുണ്ടാവുക അയൽപക്കത്തെ രാജ്യത്തിന്റെ കൊടുങ്കാട്ടിലായിരിക്കും എന്നൊരു ഊഹം ഉണ്ടായിരുന്നു. കാട് എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്നത്. അപ്പൊ അവരവിടെ അന്വേഷണത്തിന് ശ്രമം ആരംഭിച്ചു. അങ്ങനെ അവരന്വേഷിച്ച് നടക്കുമ്പോഴാണ് അകലെ എവിടെ നിന്നോ ഒരു വേണുഗാനം എങ്ങനെ ശ്രവിക്കുന്നു. ഉടനെ എന്ത് തീരുമാനമായി? ഇത് നമ്മുടെ ആളാണല്ലോ, നമ്മുടെ ആളാണല്ലോ. അങ്ങനെ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തി. എവിടെയാ മഹാരാജാവ് തടവറയിൽ കഴിയണത്? ഒറ്റക്കൽ കേറി പറ്റാൻ നിർത്തിയിട്ട്. എന്തായാലും ആളെ കണ്ടെത്തിയില്ലോ, സമാധാനായി. അങ്ങ് വിശ്രമിക്കൂ, ഞങ്ങള് ഉടനെ സജ്ജമായിട്ട് വരാം. ഇവരെല്ലാവരും പിരിഞ്ഞുപോയി. മഹാറാണി വിശ്വസ്തരായ മന്ത്രി പ്രമുഖരോട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഇതിനകം തന്നെ ഈ വിശ്വസ്തരായ മന്ത്രി പ്രമുഖരിലൂടെ മഹാറാണി എന്ത് ചെയ്തിരിക്കുന്നു? പിടിച്ചടക്കിയ തങ്ങളുടെ രാജ്യമല്ലേ, അവിടത്തെ മന്ത്രിമാരൊക്കെ ഇപ്പൊ അവരുടെ അധീനത്തിലാണല്ലോ. എന്തായാലും അവർക്ക് ന്യൂസ് കൊടുത്തു, മഹാരാജാവ് തിരിച്ചു വരും, തയ്യാറായിരുന്നോളൂ. കേട്ടില്ലേ? തിരിച്ചു വരും എന്ന സന്ദേശം കൊടുത്തു. അങ്ങനെ അവരൊക്കെ കൊട്ടാരത്തിൽ ആരും ആരോടും ഒന്നും പറയാതെ തയ്യാറായിട്ടിരിക്കുകയാണ്. മഹാറാണി എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു നൂല് വേണം,
ഒരു സൂചി വേണം, ഒരു നൂല് വേണം, ഒരു കട്ടിയുള്ള നൂല്, ട്വൈൻ എന്ന് പറയും, അത് വേണം. പിന്നെയോ ചെറിയ കയറ് വേണം, കുറച്ച് വലിയ കയറ് വേണം, അതിനേക്കാൾ വലിയ കയറ് വേണം, കമ്പക്കയറും ആവട്ടെ. ഇതൊക്കെയാണ് വിഭവങ്ങൾ പറഞ്ഞത്. കഷ്ടപ്പെട്ട് ഈ വിഭവങ്ങളൊക്കെ ഇവര് എല്ലായിടത്തും അന്വേഷിച്ച് കൊണ്ടെത്തിച്ചു. എന്തൊക്കെ കയ്യിലുണ്ട്? ഒരു ചെറിയ സൂചിയുണ്ട്, പിന്നെ ഒരു നൂല്, ട്വൈനുണ്ട്, പിന്നെ കൊച്ചു കയറ്, അതിനേക്കാൾ വലിയ, കൊച്ചു എന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്തതെന്നുള്ള അർത്ഥത്തിലാണ്, നീളമുള്ള കയറാണ്, അതിനേക്കാൾ വണ്ണമുള്ള കയറ്, അതിനേക്കാൾ വണ്ണമുള്ള കയറ്, ഇങ്ങനെ കമ്പക്കയറ്. മഹാറാണി എന്ത് ചെയ്തു? ഈ നൂലില് സൂചി കോർത്ത് അത് ഒരറ്റത്ത്, ആ നൂലിൻ്റെ ഇങ്ങേ അറ്റത്ത് ട്വൈൻ കെട്ടി, അതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒരു കയറ് കെട്ടി, ചെറിയ കയറ്, ചെറിയ വണ്ണമുള്ളത്. അതിൻ്റെ ഇങ്ങേ അറ്റത്ത്, അതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇങ്ങേ അറ്റത്ത് കുറച്ചുകൂടി വലിയ കയറ് കെട്ടി, അതിൻ്റെ ഇങ്ങേ അറ്റത്ത് കുറെ കൂടി വലിയ, കേട്ടില്ലേ? ഇങ്ങനെ സജ്ജമാക്കി. എന്നിട്ടോ ഒരു തേനീച്ചയെ സജ്ജമാക്കി. ആ തേനീച്ചയെ ഈ സൂചിയുടെ അടിഭാഗത്ത് ബന്ധിച്ചു, മുകളിൽ തേന് റെഡിയാക്കി വെച്ചു. കേട്ടില്ലേ? ഇത്രയൊക്കെ സ്വകാര്യമായി ഈ കൽമണ്ഡപത്തിന് അടിയിൽ ചെന്നിട്ടാണ് നിർവഹിക്കുന്നത്. ഇവർക്ക് വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം രാജാവിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാൻ പരിചാരകന്മാർ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ടേ. അതൊക്കെ നോക്കി അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവർ 2-3 ദിവസം നന്നായിട്ട് നിരീക്ഷിച്ചു. ഈ സമയത്താണ് വരിക, ഈ സമയത്ത് പോകും, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ അവിടെ റെഡിയായി നിന്ന ശേഷം ഈ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം തേൻ എവിടെ ഇരിക്കണു? ഈ സൂചിയുടെ അഗ്രഭാഗത്താണ്. അപ്പൊ തേനീച്ച എന്ത് ചെയ്യും? പറക്കും. കേട്ടില്ലേ? ഇങ്ങനെ പറക്കുന്ന മുറയ്ക്ക് എന്ത് സംഭവിക്കും? നൂലുമായിട്ട് ഇതിങ്ങനെ ഉയരും. കേട്ടില്ലേ? ഇതിങ്ങനെ ഉയർന്നു പോയി ഇവര് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാജാവ് ഒറ്റക്കൽ മണ്ഡപത്തിന്റെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴേക്കും അവിടെ ഇത് നൂല് സഹിതം എത്തിച്ചേർന്നു. രാജാവ് ആ തേനീച്ചയെ പിടിച്ചു, എന്നിട്ട് തേനീച്ചയെ അഴിച്ചുവിട്ടു. അതതിൻ്റെ സൗകര്യത്തിൽ പാറിപ്പോയി. രാജാവാകട്ടെ ഈ നൂല് ഭദ്രമായി പിടിച്ചു, പതുക്കെ മുകളിലേക്ക് വലിച്ചു. അപ്പോഴേക്ക് എന്ത് വരുന്നുണ്ട്? അതിൻ്റെ പിറകില് ട്വൈൻ അല്ലേ, കുറച്ച് കട്ടിയുള്ള നൂല് വരുന്നുണ്ട്. അത് പിടിച്ച് ഇങ്ങനെ വലിച്ചപ്പോഴേക്കോ കുറച്ച് വലിപ്പമുള്ള കയറ് വരെ കിട്ടില്ലേ. ഇങ്ങനെ വലിച്ചു ഒടുവില് കമ്പക്കയറും മഹാരാജാവിന്റെ കയ്യിലെത്തി. അതിന്റെ മറ്റേ അറ്റം എവിടെ ഇരിക്കണു? താഴെ. ഇനി സൗകര്യം. സംഗതി മനസ്സിലായി? ആ കമ്പക്കയറിലാണെങ്കിലോ അവിടെ കുരുക്കിട്ടിട്ടുണ്ട്, ചവിട്ടി കയറാൻ പാകത്തിലും ഇറങ്ങാൻ പാകത്തിലും ഒക്കെ. ഇനി മഹാരാജാവിന് സൗകര്യം ഇറങ്ങാൻ. എന്ത് ചെയ്താൽ മതി? ഈ കമ്പക്കയറിന്റെ ഒരറ്റം നന്നായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഭദ്രമായിട്ട് ബന്ധിക്കുക, എന്നിട്ട് മറ്റേ അറ്റത്തെ പിടിച്ച് താഴേക്ക്. കഥ ഇഷ്ടമായി എന്ന് എനിക്ക്. എന്തായാലും കഥ ട്രാജഡി ആയില്ല. മഹാരാജാവ് രക്ഷപ്പെടുന്നു. കേട്ടില്ലേ? മഹാരാജാവ് രക്ഷപ്പെട്ട് അപ്പോഴേക്കും
നമ്മുടെ മഹാറാണി അവരുടെ നാട്ടിലെ ഇപ്പൊ ഭരിക്കുന്ന രാജാവിൻ്റെ പടയണിയിലൊക്കെ തങ്ങളുടെ ആളുകളെ എത്തിച്ചിരിക്കുന്നു. കേട്ടില്ലേ? എന്തിനേറെ ഈ ശത്രു രാജാവിനെ ഇവര് വളരെ എളുപ്പത്തിൽ കീഴടക്കി. കഥ ഇവിടെ അവസാനിപ്പിക്കണോ അതോ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകണോ? പറയൂ. അവസാനിപ്പിക്കണ്ട, കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ ഇപ്പോ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ നമ്മുടെ കഥാനായകനായ മഹാരാജാവ് പകരം വീട്ടിട്ട് എന്ത് ചെയ്തു? ആ മഹാരാജാവിനെ കീഴടക്കി കൊണ്ടുവന്ന് ഇതേ കൽമണ്ഡപത്തിൽ തടവറയിൽ സൂക്ഷിച്ചു. ഇഷ്ടായോ? ഓ, നിർത്തട്ടെ? വേണ്ട. അപ്പൊ ഇപ്പൊ ശത്രു രാജാവ്, അങ്ങനെ വിളിക്കാം. ശത്രു രാജാവ് ഇപ്പൊ എവിടെയാണ്? ഒറ്റക്കൽ മണ്ഡപത്തിൽ. കേട്ടില്ലേ? 2 രാജ്യങ്ങളുടെ അധിപതി ആരായി? നമ്മുടെ മഹാരാജാവായി. ഈ സന്ദർഭത്തിൽ ഒരു ദിവസം ശത്രു രാജാവ് തടവറയിൽ വളരെ സങ്കടത്തോടെ ചിന്തിക്കുകയാണ്. കഷ്ടം, അന്ന് അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പം അത് തൻ്റെയും ദുരവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു. അല്ലേ? അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ആരോ കുഴിച്ച എന്തോ ഒന്നില്, എന്താ അത്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക. അല്ലേ? ഇതുപോലെ ആയി പോയല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ മഹാരാജാവ് ഈ ശത്രു രാജാവിരിക്കുന്ന ഒറ്റക്കൽ മണ്ഡപത്തിലേക്ക് കൂട്ടുകാരുടെ, മന്ത്രിമാരുടെ, ഉത്തരവാദപ്പെട്ടവരുടെയൊക്കെ സഹായത്തിൽ കയറി വന്നിരിക്കുന്നു. ഇപ്പൊ മുകളിൽ 2 പേരേ ഉള്ളൂ കേട്ടോ. ആരൊക്കെയാണ്? മഹാരാജാവും ശത്രു രാജാവും. ഓക്കെ, 2 പേരും മുഖാമുഖം. മഹാരാജാവിൻ്റെ അരയിൽ എന്തുണ്ട്? ഓ, കരവാളുണ്ട്. വേറെ ഒന്നും കൂടി ഉണ്ട്. എന്താ അത്? ഓടകൊള്ളത് സ്ഥിര. കേട്ടില്ലേ? മഹാരാജാവ് ശത്രു മഹാരാജാവിനോട് പറഞ്ഞു, ഞാൻ വധിക്കാൻ വന്നതാണ്. എന്തിനു വന്നതാണ്? വധിക്കാൻ. ഇല്ലെങ്കിൽ പിന്നെയും കഥ റിപ്പീറ്റ് ചെയ്യുമല്ലോ, അല്ലേ? ശരിയല്ലേ? ഞാൻ വധിക്കാൻ വന്നതാണ്. ശത്രു രാജാവിന്റെ സ്ഥിതി എന്താണ്? ഒറ്റയ്ക്കാണ്, കയ്യിൽ ആയുധമില്ല, അല്ലേ? പിന്നെയോ താൻ ചെയ്ത ഒരു ദ്രോഹത്തിന് പ്രതിഫലം അനുഭവിക്കുക. കേട്ടില്ലേ? ഇനിയിപ്പോ കൊല്ലുകയാണെങ്കിൽ കൊല്ലപ്പെടുക തന്നെ നിവൃത്തി. പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല, രക്ഷപ്പെടാനും പറ്റില്ല. തടവറയിൽ ശത്രു രാജാവ് ആകെ വിയർത്ത് കുളിച്ച്, അങ്ങ് 2 രാജ്യങ്ങളും ഭരിച്ചോളൂ, എന്നെ ജീവനോടെ വിടുള്ളൂ. അപ്പൊ നമ്മുടെ മഹാരാജാവ് എന്ത് പറഞ്ഞു? പറ്റില്ല, ഇത് അവസാനിപ്പിച്ചേ തീരൂ. കേട്ടില്ലേ? ഇത് അവസാനിപ്പിച്ചേ തീരൂ. എന്നിട്ട് മഹാരാജാവ് അരയിൽ നിന്നും പറയൂ, ഓ, ഓടക്കുഴലെടുത്തു. കേട്ടില്ലേ? 2 ഉണ്ടായിരുന്നു. എന്നിട്ട് 1 അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ്
എത്രയും വേഗം ഇത് പഠിക്കണം. കേട്ടില്ലേ? അപ്പൊ എന്താ വധിക്കാൻ ചെന്നത്? രണ്ടുപേരും തമ്മിലുള്ള ശത്രുതയെ വധിക്കാൻ. അതിന് വാള് വേണോ? വാള് വേണ്ട. എന്തു മതി? ഓടക്കുഴല് മതി. കേട്ടില്ലേ? അങ്ങനെ ശത്രുരാജാവ് ആകെ അത്ഭുതപ്പെട്ടു. ഇപ്പൊ തന്നെ തുടങ്ങാം. ഇങ്ങനെ രണ്ട് രാജാക്കന്മാരും അവിടെ നിന്ന് ഓടക്കുഴല് വായിച്ച് പഠിച്ചു എന്നും. അത് കഴിഞ്ഞ് രണ്ടുപേരും സ്നേഹത്തോടെ താഴേക്ക് ഇറങ്ങി വന്നു എന്നും താന്താങ്ങളുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയി എന്നും. വർഷം തോറും ഈ ദിവസം അവർ രണ്ട് രാജ്യങ്ങളും വന്ന് പല പരിപാടികളുമൊക്കെ അവതരിപ്പിക്കുമായിരുന്നു എന്നിങ്ങനെയൊക്കെ കഥ പുരോഗമിക്കുന്നു. എല്ലാവരും സുഖമായിട്ട്. ഇനിയും നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഈ കഥ ഇഷ്ടായോ? ആധ്യാത്മിക സാധനകളിൽ സ്വാമി ശരിയാണല്ലോ, അല്ല എന്താ ഭജഗോവിന്ദം പറയാന്നൊക്കെ പറഞ്ഞിട്ട് കഥയും പറഞ്ഞിരിക്കുക. എന്നാ പിന്നെ പറയാം, ഭജഗോവിന്ദത്തെ കുറിച്ച് പറയാം. ആധ്യാത്മിക സാധനകളിൽ ഏറ്റവും ഉത്തമമായ സാധന, ഏവർക്കും അനുസരിക്കാവുന്ന സാധന, ആരംഭിക്കാവുന്ന സാധന, എത്ര പുരോഗമിച്ചാലും ഉപേക്ഷിച്ച് കളയേണ്ടാത്ത സാധന, അതാകുന്നു നാമജപം. കേട്ടില്ലേ? ഇതാണ് നാമജപത്തിന്റെ സവിശേഷത. നാമജപത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് അത്യുത്തമ സാധനയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഈ വയലേലകളില് നെല്ല് വിളഞ്ഞു നിൽക്കുന്ന കാലത്ത് ധാന്യം കൊത്തി തിന്നുന്നതിന് വേണ്ടി പ്രത്യേക ചില പക്ഷികൾ വരും. അവയെ ഭയപ്പെടുത്തി അകറ്റാൻ ആളുകൾ അതിലൂടെ പല ശബ്ദങ്ങളും ഉണ്ടാക്കി നടക്കും. അങ്ങനെ ഒരു പതിവൊന്നും ഇനിയുള്ള കാലത്ത് കാണാൻ കൂടി ഉണ്ടാവില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പ്രത്യേക പക്ഷികളെ ഇങ്ങനെ പറപ്പിച്ചകറ്റാൻ വേണ്ടി കൈയടിക്കും, പിന്നെ പ്രത്യേക ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. ഇങ്ങനെ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ചുറ്റിക്കറങ്ങി നടന്ന് പക്ഷികളെ ഒച്ചയിട്ട് അകറ്റുന്ന ഒരു സമ്പ്രദായം. എത്ര പേര് കണ്ടിട്ടുണ്ട് നോക്കട്ടെ നിങ്ങൾ? വളരെ കുറച്ച് പേര് കണ്ടിട്ടുള്ളൂ. പോകെ ഇതൊന്നും കണ്ടവരാരും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷിയും ഒക്കെ അകന്നു പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട്. രാമകൃഷ്ണ പരമഹംസർ പറയുന്നത് നാമജപം കൊണ്ട് പാപപക്ഷികളൊക്കെ പാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് എന്താ നിർദ്ദേശം? ജപിക്കൂ നാമം. നാമജപ സാധനയ്ക്ക് സംവിധാനങ്ങൾ ഏറെയൊന്നും വേണ്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അല്ലേ? പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് നേരം കിട്ടിയ നീ അറിഞ്ഞോടി എന്ന് ആരംഭിക്കുക അല്ലേ? പലതും പറഞ്ഞ സമയങ്ങളിൽ
ഈ സമയത്ത് തവ തിരുനാമം ചൊല്ലാനുള്ള നീരിന്നു വേണ്ടതിനു ഭാരങ്ങൾ വേണ്ട, അല്ലേ? വേറെ ഒരു സംവിധാനവും ആവശ്യമില്ല നാമം ജപിക്കാനേ. എന്തേ വേണ്ടു? നാമൊന്നേ വേണ്ടു. ആർക്കൊക്കെ ആവാം? ആർക്കുമാവാം. ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും അഗ്നിയചനം ചെയ്യുന്ന ഭൂസുരനും ആർക്കും നാമജപം വിലക്കിയിട്ടില്ല. ഓക്കെ, നാമം ദിവസവും ജപിക്കുന്നവരാണോ നിങ്ങളെല്ലാവരും? ആണോ? ഉറപ്പാ? ദിവസവും നാമം ജപിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം കൈവന്നിക്കും. ശരിക്കും വെരി ഗുഡ്. പൊന്താത്ത കൈകളുണ്ട്. ചോദ്യം മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ അല്ലേ? ഒന്നുകൂടി എല്ലാവരും നാമം ജപിക്കണം, നാമജപ സാധനയെ അവലംബിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊള്ളട്ടെ. അടുത്ത ചോദ്യം, നിങ്ങളുടെ കുട്ടികൾ, ചിലവരുടെയൊക്കെ കുട്ടികളുടെ കുട്ടികൾ നാമം ജപിക്കുന്നവരാണോ? കൈവന്തിക്കാൻ പറ്റുമോ? കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ നാമം ജപിക്കണ്ടോ? അതും കൂടി ഉറപ്പാക്കണം. കേട്ടില്ലേ? അതും വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ടാവും, പക്ഷേ അടുത്ത തലമുറയെ അതിലേക്ക് ചിലപ്പോൾ നമ്മൾ ആകർഷിക്കുന്നുണ്ടാവില്ല. അവർക്കിതിൽ പ്രത്യേകിച്ച് ആകർഷണം തോന്നുന്നില്ല. അവരിതിനെക്കുറിച്ച് ഒരുപക്ഷെ പഴഞ്ചൻ രീതി എന്ന് ആക്ഷേപിക്കാൻ വകയുണ്ട്. അത് വരാതിരിക്കട്ടെ. ഭഗവത്ഗീതയിൽ ഭഗവാൻ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് അഭിനന്ദിച്ചിട്ടുണ്ട്. യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്താകുന്നു? ജപയജ്ഞമാകും. യജ്ഞം എന്ന് പറഞ്ഞാൽ ഗംഭീരങ്ങളായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, കോടിക്കണക്കിന് രൂപ ചെലവുണ്ടാവും ഇന്ന് ഒരു യജ്ഞമൊക്കെ നടത്തണമെങ്കിൽ. ഭഗവാൻ പറയണ ഒന്നും വേണ്ട, നാമം ജപിച്ചാൽ അത്യുത്തമ യജ്ഞമാണ്. അതുകൊണ്ട് നമുക്ക് നാമജപ താല്പര്യം ഉണ്ടാവട്ടെ. ഇവിടെ സ്വാമിയെ അവതരിപ്പിച്ചുകൊണ്ട് ഭജഗോവിന്ദത്തെ കുറിച്ചാണ് സ്വാമി സംസാരിക്കുന്നത്. ഭജഗോവിന്ദം എന്നത് ശങ്കരാചാര്യരുടെ ഒരു കൃതിയാണ് എന്നറിയാമല്ലോ എന്നൊക്കെ സൂചിപ്പിക്കേണ്ടായി. ആ കൃതി സ്വാമി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ആചാര്യസ്വാമികൾ അങ്ങനെ ഒരു കൃതി രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരൈതിഹ്യമുണ്ട്. ഈ ഐതിഹ്യം ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഐതിഹ്യം ഇതാണ്: ഒരു ദിവസം ആചാര്യസ്വാമികളും ശിഷ്യന്മാരും കുളി കഴിഞ്ഞ് വരുന്ന വഴിയിൽ വെച്ച് 19 വയസ്സുള്ള ഒരു കാർന്നോര് ഡുക്രിഞ്ച് കരണേ ഡുക്രിഞ്ച് കരണേ എന്ന് ചൊല്ലുന്നതായിട്ട് കേട്ടുത്രേ. ഓക്കെ, അപ്പൊ ശങ്കരാചാര്യർ പാടിപ്പോയി എന്നാണ്. എന്താ പാടിയത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിഞ്ച് കരണേ. ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ 3 പ്രാവശ്യം. ആചാര്യന്മാർ പറയും, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗോവിന്ദനെ തന്നെ ഭജിക്കൂ. അതാണ് 3 പ്രാവശ്യം പറഞ്ഞത്.
ഡുക്രൻ കരണേ. ഡുക്രൻ എന്ന ധാതുരൂപത്തിനർത്ഥം കരണേ എന്നാണ്. അത് അയാൾ ചൊല്ലി പഠിക്കുകയാണ്. ഈ വയസ്സാം കാലത്ത് 4 നാമം ജപിക്കുന്നതിന് പകരം വ്യാകരണം പഠിക്കുകയാണോ? ഈ ചോദ്യം ചോദിച്ചു എന്നാണ്. കേട്ടില്ലേ? അങ്ങനെ ആചാര്യസ്വാമികൾ പിന്നെ ഭജഗോവിന്ദം എന്ന കൃതി ബാക്കി ശ്ലോകങ്ങളൊക്കെ ചൊല്ലി, പല അഭിപ്രായങ്ങളുണ്ട്. 14 ശ്ലോകത്തോളം ആചാര്യസ്വാമികൾ ചൊല്ലിയപ്പോൾ ബാക്കി ശിഷ്യന്മാർ ഓരോരുത്തർ ചൊല്ലി എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. ഭജഗോവിന്ദം എന്ന കൃതിക്ക് മോഹമുദ്ഗരം എന്നൊരു പേരുണ്ട്. മോഹമുദ്ഗരം എന്ന വാക്കിനർത്ഥം, മുദ്ഗരം എന്ന് പറഞ്ഞാൽ ചുറ്റിക, മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, അവിവേകം, മൂഢത്വം, ഇതൊക്കെയാണ് അർത്ഥം. മാനവരാശിയെ ബാധിച്ച മൂഢതയുടെ വൈകാരികമായ വേണ്ടാധീനങ്ങളുടെ ശിരസിൽ ശങ്കരാചാര്യർ ഓരോ ശ്ലോകവും കൊണ്ട് പ്രഹരിക്കുകയാണ്. അങ്ങനെയാണ് ഭജഗോവിന്ദം വളരെ രസകരമായിട്ട് പുരോഗമിക്കുന്നത്. ഉദാഹരണമായിട്ട് കാതേ കാന്ത ധനഗത ചിന്ത വാതുലകിം തവ നാസ്തി നിയന്ത എന്നൊരു ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്. എടോ, എന്താ ഈ ആലോചനയായിട്ടിരിക്കുന്നത്? ആരാ നിന്റെ ഭാര്യ? സ്വാമി, ഞാനും ചോദിക്കാറുണ്ട്, ആരാ അവള്? കാതേ കാന്ത ധനഗത ചിന്ത, ധനത്തെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭാര്യയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, മക്കളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അല്ല എല്ലായ്പ്പോഴും നിലനിർത്തേണ്ട ചിന്ത. അന്ന് വേണ്ടാന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഈ ചിന്തകളായിട്ട് ജീവിതം തൊലച്ചു കളയരുതേ എന്ന് പറയും. വാതുല കിംതവ നാസ്തി നിയന്ത. എടോ വിഡ്ഢി, തനിക്കൊരു നിയന്താവില്ലേ? ആ ഈശ്വരനെ ആശ്രയിക്കണ്ടേ? കേട്ടില്ലേ? ഇങ്ങനെയൊക്കെ വളരെ സമർത്ഥമായി നമ്മെ മറിച്ചാലോചിക്കാൻ പ്രേരിപ്പിക്കും വിധമാണ് ഈ കൃതി വിരചിതമായിട്ടുള്ളത്. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തതപി ന മുഞ്ചത്യാശാവായു. എന്തൊരു ഗതികേടാണ് എന്നൊരു ശ്ലോകത്തിൽ ചോദിക്കുക. ദിവസവും മാസവും ഒക്കെ ഇതാന്ന് പറയുമ്പോൾ പോകും. നിമിഷങ്ങൾ മണിക്കൂറുകളായും മണിക്കൂറുകൾ, രാപ്പകലുകളായും രാപ്പകലുകൾ, ദിനങ്ങളായും ദിനങ്ങൾ, ആഴ്ചകളായും ആഴ്ചകൾ, മാസങ്ങളായും മാസങ്ങൾ, വർഷങ്ങളായും. കാലഹ ക്രീഡതി. ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് കാലത്തിന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊരു ലീല. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? ആയുഹു ഗച്ഛതി, ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പക്ഷെ ആശ വിട്ടിട്ടില്ല. കഷ്ടമേ. ഇജ്ജാതി പ്രയോഗമാണ് ആചാര്യസ്വാമികൾ ഓരോ ശ്ലോകത്തിലും നടത്തുന്നത്. അതുകൊണ്ട് ഈ ഭജഗോവിന്ദത്തിന് എന്ത് പേര്? മോഹമുദ്ഗരം. നമ്മുടെ മോഹത്തെ ഹനിക്കുന്നത്. ഗോവിന്ദനെ ഭജിക്കൂ, ഇതാണ് ആഹ്വാനം. സ്വാമിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒന്നാമതായിട്ട് നമ്മൾ എല്ലാവരും നാമം ജപിക്കണം. രണ്ടാമത് നമ്മുടെ കുട്ടികളുടെ കുട്ടികളും ഒക്കെ നാമം ജപിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കേട്ടില്ലേ? കാരണം അത് സാധനകളിൽ അത്യുത്തമമായ സാധനയാണ്. ഓക്കെ. സ്വാമി പറഞ്ഞ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ. നാമജപമാകുന്ന നൂലിൽ പിടിച്ച്, കേട്ടില്ലേ, മറ്റെല്ലാ സാധനങ്ങളും നമുക്ക് കൈവരിക്കാം. അവസാനം ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന മോക്ഷവും ലഭ്യമാണ്.
അതുകൊണ്ട് നാമജപത്തെ ചെറുതായിട്ട് കാണണ്ട. കലികാലത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വർണ്ണനമുണ്ട്. നാമജപം കൊണ്ട് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാമജപമാകുന്ന നൂല് പിടിച്ചു പോയാൽ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തുടക്കക്കാർക്ക് അത് ഗുണമാണ്. ഇനി തത്വബോധത്തിന്റെ ആ ഒരു തലത്തിലെത്തിയാലും നാമജപം കാര്യങ്ങളെ ആലോചിക്കാനും മനനം ചെയ്യാനും ഒക്കെ സഹായകമാവും. കേട്ടില്ലേ? നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? ചിന്തകളാണ്. എന്താണ് നമ്മളെല്ലാവരുടെയും പ്രശ്നം? ചിന്തകളാണ്. ഒരു ദിവസം ശരാശരി 60,000 ചിന്തകൾ വന്നു പോകുന്നു എന്നാണ്. അത് മതിയാവുമോ? എന്താ സ്വാമി 60,000 ഒന്നാണെന്ന് തോന്നുന്നില്ല. ചിന്തകളാണ് നമ്മളെങ്ങനെ നയിക്കുന്നത്. ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ നാമജപം പോലെ ശങ്കരാചാര്യ പറയും, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ബന്ധമോക്ഷങ്ങൾക്കൊക്കെ കാരണം മനസ്സ് തന്നെയാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്താപ്രവാഹമാണ് മനസ്സ്. ആ ചിന്തകളെ നിയന്ത്രിക്കാൻ നാമജപം പോലെ ഉത്തമ ഉപായം ഇല്ല. ഓക്കെ? ഏത് നാമം ജപിക്കുമ്പോഴും മനസ്സിരുത്തേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു ചെറിയ നിശബ്ദത ഇടയിൽ വിട്ടോളണം. കേട്ടില്ലേ? ഇപ്പൊ നമ്മൾ ജപിക്കില്ലേ, അതല്ല രീതി. ആവരുത് രീതി. അതും ആവരുത്. ഓരോ നാമവും ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടോളണം. കേട്ടില്ലേ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇങ്ങനെയാണോ? അതേ സ്വാമി, വീട്ടിൽ അങ്ങനെയാണ്. അതിന് പറ്റിയൊരു മെഷീൻ ഉണ്ട് സ്വാമി, അത് കൊണ്ടുവച്ചിട്ടുണ്ട്. മെഷീൻ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാവില്ല, മെഷീനും ഗുണമുണ്ടാവില്ല. വീട്ടിലേ നമ്മൾ തന്നെ ജപിക്കണം. ഈ വസ്തുത ഓർമ്മിക്കൂ. കാരണം ആ നിശബ്ദതയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അതാണ് ഗുണം. ചിന്താഗതികളെ നിയന്ത്രിക്കാനും നിശബ്ദമാക്കാനും നാമജപം സഹായിക്കും. അടുത്ത ഒരു ഘട്ടമായിട്ട് ആചാര്യന്മാർ ഉപദേശിക്കും, ജപിക്കുന്ന നാമത്തിന്റെ അർത്ഥം ആലോചിക്കാം. ഓക്കെ? അപ്പൊ അതുകൊണ്ടാണ് ശങ്കരാചാര്യര് വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതിയിരിക്കുന്നത്. നാമം മാത്രം പോരാ, നാമത്തിന്റെ അർത്ഥവും കൂടി മനസ്സിലായിക്കോട്ടെ. കേട്ടില്ലേ? ഗോവിന്ദ ശബ്ദത്തിന് ശങ്കരാചാര്യര് ഗവാമിന്ദ്രഃ ഗോവിന്ദഃ, ഗൗർവാണി താം വിന്ദയതേതി ഗോവിന്ദഃ, ഗോഭിർവാണിഭിർവിന്ദതേ വേത്തി വേദാന്തവാക്യൈരിതി ഗോവിന്ദഃ, ഗാം വിന്ദതീതി ഗോവിന്ദഃ എന്നിങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞിരിക്കുക. കേട്ടില്ലേ? അപ്പൊ ഗോവിന്ദ എന്ന് പറയുമ്പോൾ ചില്ലറ അർത്ഥമൊന്നും അല്ല എന്ന് പറയും. ഗാം വിന്ദതി, ഭൂമിയെ അറിയുന്നവൻ. ഭൂമി എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളും ഏതൊരാധാരത്തിൽ വർത്തിക്കുന്നുവോ ആ തത്വത്തെ അറിഞ്ഞ് അതായ ആള് ഗോവിന്ദൻ. ഓം ഗോവിന്ദായ നമഃ, ഓം ഗോവിന്ദായ നമഃ എന്ന് നാമം ജപിക്കുന്ന ആൾക്ക് സർവാധാരമായ സത്യത്തെ ആലോചിക്കാം. ഇതൊന്നും തുടക്കത്തിൽ നിർബന്ധമില്ല കേട്ടോ. പക്ഷെ പോകെ കുറെ കാലം നാമം ജപിക്കുമ്പോൾ നമുക്കിത് ആലോചിക്കാനുള്ള ഒരു സാവകാശം അനുഭവപ്പെടും. അപ്പൊ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക എന്നർത്ഥം. ഇതുപോലെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവനാണ്. കേട്ടില്ലേ? പശുക്കളെ മേയ്ക്കുക എന്ന് പറയില്ലേ? പശുക്കൾ ഏതാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് പശുക്കൾ. ഗൗർവാണി താം വിന്ദതേ വിന്ദതി, വാക്കിനെ അണിയിച്ചൊരുക്കി അയക്കുന്നവൻ.
ഗൗർവാണി തം വിന്ദയത്തെ ഇതി ഗോവിന്ദ. വാക്കിനെ അണിയിച്ചൊരുക്കി അയക്കുന്നവൻ. അപ്പൊ നമ്മൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ഓർമ്മിക്കുന്ന സമയത്ത് വാക്കിനെ അണിയിച്ചൊരുക്കി അയക്കുക. ഇപ്പൊ സ്വാമി കഥ പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു അല്ലേ? അടുത്തത് എന്താ പറയാൻ പോകുന്നത്, അടുത്തെന്താ പറയുമ്പോൾ ചിലതൊക്കെ ഊഹിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ കഥ നീട്ടിക്കൊണ്ടുപോകുമ്പോ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് അത്ര വെടിയുണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ സ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആരാ സ്വാമിക്കുള്ളിൽ നിന്ന് ഈ വാക്കിനെ അണിയിച്ചൊരുക്കി അയക്കുന്നത്. സ്വാമിയുടെ ഉള്ളിൽ വാക്ക് എല്ലാവരുടെയും ഉള്ളിൽ ആദ്യ ഘട്ടത്തില് പറയാൻ കേട്ടില്ലേ, അത് ആർക്കും അറിയാത്ത ഒരു തലത്തിലുള്ളതാണ്. പിന്നെ പശ്യന്തി, സ്വാമിക്ക് തന്നെ അറിയാൻ പറ്റും എന്താ അടുത്ത് പറയാൻ പോണത്. മധ്യമ, ഇവിടെ തൊണ്ടയിലെത്തി നിൽക്കും. വൈഖരിയാവുമ്പോഴാണ് നിങ്ങളെല്ലാവരും കേൾക്കുക. ചിലപ്പോൾ മധ്യമയിൽ നമുക്ക് കുരുങ്ങിപ്പോകും. അപ്പോഴാണ് നല്ല ഇത് ഈ നാവിന്റെ തുമ്പത്ത് വന്നിട്ടുണ്ട്, പക്ഷെ പുറത്ത് വൈഖരിയായിട്ടില്ല. കേട്ടില്ലേ? ഇത് അണിയിച്ചൊരുക്കി അയക്കുന്നത് ഗോവിന്ദനാണ്. അപ്പൊ ഒരാള് നമ്മെ തെറി പറയുന്ന സമയത്ത് തെറി പറയാൻ ആ വാക്കുകളെ അയാളിൽ അണിയിച്ചൊരുക്കി അയച്ചത് ഗോവിന്ദൻ. നമുക്ക് അഹിതമായതൊരാള് അനിഷ്ടമായതൊരാള് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദ ഭക്തൻ എന്ത് ചിന്തിക്കും? ഓം ഗോവിന്ദായ നമഃ. ശത്രുത പോയി. മനസ്സിലാവുന്നുണ്ടോ? വേദാന്ത വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവനാണ് അത്രേ ഗോവിന്ദൻ. ഗൗർവാണി ഗോഭിർവാണിഭിർ വിന്ദതേ വേത്തി വേദാന്ത വാക്യേരിതി ഗോവിന്ദ. വേദാന്ത വാക്യങ്ങൾ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങളൊക്കെ ഏതൊരു തത്വത്തെയാണോ സൂചിപ്പിക്കുന്നത് ആ തത്വമാണ് ഗോവിന്ദൻ. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജപസാധനയിൽ ജ്ഞാനാനുഗ്രഹം ഉണ്ടാകും, ജ്ഞാനപ്രസാദം ലഭിക്കും. കേട്ടില്ലേ? സ്വാമി ഗോവിന്ദനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ അതിൽ സൂചിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കേൾക്കാം. ഗോവിന്ദൻ വേദാന്ത സാരം വിശാലമീ ലോകത്തിനാധാര തത്വം. ആരാണ് ഗോവിന്ദൻ? ഗോവിന്ദൻ വേദാന്ത സാരം. വേദങ്ങൾ മുഴുവൻ ഏതൊരു പരമാർത്ഥ സത്യത്തെ പ്രതിപാദിക്കുന്നുവോ ആ സാരമാണ് ക്വിൻറ്റെസൻസ് ഓഫ് വേദാന്ത. ക്വിൻറ്റെസൻസ് ഓഫ് വേദത്തിന്റെ അഥവാ വേദാന്തത്തിന്റെ സാരം ആണ് ഗോവിന്ദൻ. ഗോവിന്ദൻ വേദാന്ത സാരം വിശാലമീ ലോകത്തിനാധാര തത്വം. ലോകത്തിൽ നിറയെ വൈവിധ്യങ്ങളുണ്ട്, തിരമാലകൾ പോലെ. പക്ഷെ എല്ലാ തിരമാലകൾക്കും ആധാരമായിരിക്കുന്നത് ഒരേ സമുദ്രം, അതേകം. ഗോവിന്ദൻ വേദാന്ത സാരം വിശാലമീ ലോകത്തിനാധാര തത്വം. ഗോവിന്ദനീ ജീവജാലങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യദീപം. ഗോവിന്ദൻ ജീവജാലങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യദീപം. ഓരോ വ്യക്തിയിലും ശരീരത്തിലും ജീവചൈതന്യത്തിന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് നടക്കാനും ഇരിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത്. കേട്ടില്ലേ? ആ ചൈതന്യം ഗോവിന്ദനാണ്. ഓക്കെ. ഗോവിന്ദൻ എന്നിലെ ഗോവൃന്ദമിന്ദ്രിയജാലം നയിക്കുന്ന മൂർത്തി. ആരാണ് ഗോവിന്ദൻ? എൻ്റെ ഇന്ദ്രിയജാലത്തെ നയിക്കുന്ന മൂർത്തിയാണ് ഗോവിന്ദൻ. കണ്ണിന് കാണാനുള്ള സാമർഥ്യമുണ്ടാവുന്നത്,
സയൻസ് നമുക്ക് എന്താ പറഞ്ഞു തരിക? പ്രകാശരശ്മികൾ പദാർത്ഥത്തിൽ തട്ടി പ്രതിഫലിച്ച് കണ്ണിലെ ലെൻസിലൂടെ അകത്ത് കടന്ന റെറ്റിനയിൽ തലകീഴായി പതിച്ചതിന്റെ പിറകിലുള്ള നാഡീ ഞരമ്പുകളെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച വൈബ്രേഷൻ ഒപ്റ്റിക്കൽ ഏരിയയിൽ ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ട് പരിണമിക്കുമ്പോഴാണ് കാഴ്ച നടക്കുന്നത്. സമ്മതിച്ചു. പക്ഷെ ആരാ കാണുന്നത് എന്ന് ചോദിക്കുക? അത് ഗോവിന്ദൻ. വാക്കുകളെയാണ് ഈ ചൊരിക്കി അയക്കുന്നത് ഗോവിന്ദൻ. ഗോവിന്ദനെന്നിലെ ഗോവൃന്ദമിന്ദ്രിയാജാലം നയിക്കുന്ന മൂർത്തി. ഗോവിന്ദനെന്നിലെ വാണിക്കു പിന്നിലെ മാത്രയില്ലാത്തൊരു മാനം. ഗോവിന്ദൻ അമാത്രയാണ്. അമാത്ര എന്ന് പറഞ്ഞാൽ നിശബ്ദത. എല്ലാ വാക്കുകൾക്ക് പിറകിലും നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയിൽ നിന്നാണ് വാക്കുകൾ പിറക്കുന്നത് എന്നാണ്. അപ്പൊ ഗോവിന്ദൻ എന്നിലെ വാണിക്കു പിന്നിലെ മാത്രയില്ലാത്ത മാനം. മാത്രം. ഓമിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്ന് പറയും. ഓമിന് ആയുണ്ട്, ഓണ്ട്, മായുണ്ട്, നിശബ്ദതയുണ്ട്. ആ നിശബ്ദത തുരീയാവസ്ഥ എന്നൊക്കെ വ്യാഖ്യാനിക്കുമല്ലോ. അതാണ് ഗോവിന്ദൻ. ഗോവിന്ദൻ അജ്ഞാനമെല്ലാം നശിപ്പിക്കും അന്തരാത്മാവിൻ പ്രകാശം. ഗോവിന്ദൻ അജ്ഞാനമൊക്കെ നശിപ്പിക്കുന്ന അന്തരാത്മാവിന്റെ പ്രകാശമാണ്. കേട്ടില്ലേ? ഗോവിന്ദനെ ഭജിച്ചാൽ ഭഗവാൻ ഗീതയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്താ വാഗ്ദാനം? തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനചം തമഃ നാശയാമി ആത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വത. ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് ഭജിക്കുന്നവരിലെ അജ്ഞാനത്തെ ഞാൻ നശിപ്പിക്കും. ഇത് ഭഗവാന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഭജിച്ചോളൂ. അർത്ഥമറിയണ്ട, ആഴമറിയണ്ട, സർവാത്മനാ ഭഗവാനെ ആശ്രയിച്ച് ആരാധിച്ചാൽ. ഗോവിന്ദൻ അജ്ഞാനമെല്ലാം നശിപ്പിക്കും അന്തരാത്മാവിൻ പ്രകാശം. ഗോവിന്ദ പാദാബ്ജമാശ്രയിക്കുന്നിതാ മുക്തിക്ക് രേഖാഉപായം. ഈ ഗോവിന്ദനെ ആശ്രയിക്കുന്നതാണ് മോക്ഷത്തിനുള്ള ഉപായം. അപ്പൊ എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓം ഗോവിന്ദായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം ഗോവിന്ദായ നമഃ എന്ന് ജപിച്ചാൽ മതി. കേട്ടല്ലേ? അല്ലെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമഃ മതി. ഓം സുബ്രഹ്മണ്യായ നമഃ, ഓം സുബ്രഹ്മണ്യായ നമഃ. അപ്പൊ നമ്മൾ അറിയാതെ ഭഗവത് അനുഗ്രഹം നമ്മിൽ സംഭവിച്ചോളും. സ്വല്പമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. നൂലിന്റെ കാര്യം പറഞ്ഞില്ലേ? നൂലിൽ പിടിച്ചിങ്ങനെ കമ്പക്കയർ വരെ എത്തിയതുപോലെ സകല ബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ നാമജപ സാധന സമർത്ഥമാണ്. ഭോഗപ്രലോഭനം പേമാരി പെയ്യവേ ഗോവിന്ദനെ ഞാൻ വിളിക്കും. ഗോവിന്ദൻ ധർമ്മ വിവേകമാമദ്രിയെ ചൂടിക്കും, രക്ഷ നൽകിയിടും. ഗോവിന്ദൻ എന്ന നാമം ഭഗവാൻ കൃഷ്ണന് ലഭിച്ചതിന്റെ പിറകിലെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഗോവർദ്ധന ഗിരിധാരിയായ പ്രഭുവിനെ ഗോവിന്ദ ഗോവിന്ദ എന്ന് അഭിഷേകം ചെയ്തു എന്നാണ് ഭാഗവത കഥ പറഞ്ഞു തരുന്നത്. കേട്ടില്ലേ? അവിടെ മഴ പെയ്യിപ്പിച്ചത് ആരാ? ഇന്ദ്രൻ. ഇന്ദ്രൻ മനസ്സിന്റെ അധിദേവതയാണ്. ഇപ്പൊ മഴ പെയ്യിപ്പിച്ചു ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താത്വികമായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? പലതരത്തിലുള്ള ഭോഗപ്രലോഭനങ്ങളെ പെയ്യുന്നു എന്നാണ്. പെയ്യിക്കുന്നു. റോട്ടിലൂടെ നടന്നു പോകുമ്പോ രണ്ട് വശത്തും മാളും കോളും അല്ലേ? ഇങ്ങനെ ഭോഗപ്രലോഭനം പേമാരി പെയ്യവേ. അപ്പൊ എന്താ ഓർമ്മിച്ചോളാം? ഗോവിന്ദ ഗോവിന്ദ.
ഗോവിന്ദ. ഭർത്താക്കന്മാർ ചിന്തിക്കുന്നുണ്ടാവും ഗോവിന്ദ ഗോവിന്ദ. നമുക്കും അത് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? ധർമ്മവിവേകമാമദ്രിയേ. അവിടെ ഭഗവാൻ ഗോവിന്ദൻ എടുത്തുയർത്തിയ ഗോവർദ്ധനം എന്ന് പറയുന്നത് ധർമ്മവിവേകമാണ്. എന്താ ധർമ്മവിവേകം? ജീവൻ ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങൾക്ക് അടിപ്പെട്ട് ഇന്ദ്രന് വിധേയരായി തകർന്നു പോകേണ്ടതല്ല. കേട്ടില്ലേ? മറിച്ച് തത്വബോധത്തിന്റെ പക്വതയാർജിച്ച് വിവേക വൈരാഗ്യത്തെ നേടി ജ്ഞാനനിഷ്ഠയിൽ ഉറയ്ക്കണം. ഇതാണ് ജീവന്റെ ലക്ഷ്യം. ജീവസ്യ തത്വജിജ്ഞാസ. ജീവന്റെ ധർമ്മം തത്വജിജ്ഞാസ. അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഭോഗപ്രലോഭനത്തിന്റെ പേമാരിയെ തടയാൻ ധർമ്മവിവേകമാകുന്ന പർവ്വതം. അതുകൊണ്ട് ഗോവിന്ദ നമ്മളെ രക്ഷിക്കും. കേട്ടില്ലേ? ഭോഗപ്രലോഭനം ഒന്നും മേടിക്കേണ്ടെന്നോ അനുഭവിക്കേണ്ടെന്നോ എന്നൊന്നും ലോക നിഷേധം പറയില്ല കേട്ടോ. പക്ഷെ പലപ്പോഴും പലതിനാലും ആകർഷിക്കപ്പെട്ടതൊക്കെ മേടിക്കാൻ വേണ്ടി ഇല്ലാത്ത കടം വാങ്ങിക്കൂട്ടി, കേട്ടില്ലേ, അവസാനം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട്. അതിലും വലിയൊരു ഗോവിന്ദ നിന്റെ എന്താണ് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിൽ പെട്ടുപോവാതിരിക്കാൻ കയ്യിൽ എന്തുണ്ട്, ഇതൊക്കെ ആവശ്യമാണോ എന്നിങ്ങനെയൊക്കെ വിവേചനം ചെയ്ത് ജീവിതം നന്നായിട്ട് നയിച്ചോളൂ. പക്ഷെ ലക്ഷ്യത്തെക്കുറിച്ച് മറക്കാതിരിക്കണം. മനസ്സിലാവുന്നില്ലേ? കാശ് സമ്പാദിക്കുന്നതും വിഭവങ്ങൾ സമ്പാദിക്കുന്നതും എൻ്റെ സുഖത്തിനായിട്ടല്ല, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന മട്ടിൽ നമ്മൾ വളരണം ഓരോരുത്തരും. മനസ്സിലായില്ലേ? അതാണ് ഗോവർദ്ധനഗിരിധാരി തരുന്ന സന്ദേശം. ഗോവിന്ദ കാരുണ്യം കൊണ്ടു ഞാൻ നിന്ദ്യമാം കാമനാജാലം ജയിക്കും. ഗോവിന്ദന്റെ കാരുണ്യം കൊണ്ട് ഞാൻ കാമനാജാലത്തെ, കാമനക്കൂട്ടത്തെ ജയിക്കും. ഗോവിന്ദനന്റെ ഗുരുതര സംസാരതാപം ഹനിക്കുന്ന ദൈവം. ഗോവിന്ദൻ ഗുരുതരമായ സംസാര സങ്കടങ്ങളെ, ദുഃഖങ്ങളെ ഹനിക്കുന്ന, നശിപ്പിക്കുന്ന ദൈവമാണ്. ഗോവിന്ദ ഗോവിന്ദ ഗോപരിപാലക ധർമ്മസ്വരൂപിയൻ ബന്ധോ. ഗോവിന്ദ ഗോവിന്ദ ബോധസ്വരൂപിണേ ആനന്ദശാന്തി പ്രദാത്രേ. ഗോവിന്ദ ഗോവിന്ദ ഗോവൃന്ദ വന്ദിത മുക്തിക്കു നിത്യം തൊഴുന്നേൻ. ഗോവിന്ദ ഗോവിന്ദ വേദാന്തജ്ഞാനത വേഗം കനിയേണമെന്നിൽ. ഇങ്ങനൊരു ഗോവിന്ദ സ്തുതി. അതുകൊണ്ട് ഭജ ഗോവിന്ദം. ഗോവിന്ദൻ ആരാണ്? ഗോവിന്ദൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവനാണ്. വാക്കുകളെ അണിയിച്ചൊരുക്കുന്ന പ്രഭുവാണ്. ഭോഗപ്രലോഭനത്തെ തടയുന്ന പക്വതയാകുന്ന പർവ്വതം എടുത്തുയർത്താൻ സന്നദ്ധനായ ഐശ്വര്യമാണ്. ഗോവിന്ദൻ ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഗുരുവാണ്. ആ പ്രകാരത്തിലൊക്കെ നമുക്ക് ഗോവിന്ദനെ ആശ്രയിക്കാൻ സാധിക്കട്ടെ. ഭജ ഗോവിന്ദം. ഇതാണ് സ്വാമി പറയാൻ ഉദ്ദേശിച്ചത്. ഈ വരികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത്യാവശ്യം വേണ്ടവർക്ക് അത് ഇവിടെ നിന്ന് തരണുണ്ടാവും. മുന്നിലിരുന്ന് കേട്ടവർക്കൊക്കെ കിട്ടും തോന്നുന്നു. വെങ്ങേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഉത്കർഷം കാണാൻ ഒരു അവസരമാണ്. ഓരോ പ്രാവശ്യവും ഇവിടെ നടക്കുന്ന ആഘോഷവേളയിൽ സംസാരിക്കാൻ വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സമാജത്തിന് വലിയൊരു തണലായി, ആശ്വാസമായി, സാന്ത്വനമായി, അനുഗ്രഹമായി ഈ ക്ഷേത്രം
അഭിവൃദ്ധിയെ പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ എത്രമേൽ അഭിനന്ദിച്ചാലും അധികമാവില്ല. ഇവിടുത്തെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവിടെ യുവജനങ്ങളുമുണ്ട്, മുതിർന്നവരുമുണ്ട്. അപ്പോൾ മുതിർന്നവരുടെ അനുഭവ സമ്പത്തും പക്വതയും, ഒപ്പം തന്നെ യുവജനങ്ങളുടെ നൂതന ആശയങ്ങളും ഊർജ്ജസ്വലതയും, ഇത് രണ്ടും ചേരുമ്പോൾ നല്ലൊരു സമന്വയമാണ്. അത്തരത്തിലുള്ള ഒരു അനുഗ്രഹീത സമന്വയത്തിൽ ഈ ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധിയെ പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. യതിപൂജ ആചാര്യന്മാരുടെ സമാഗമത്തിൽ സ്വാമിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എല്ലാ വർഷവും ഒരു ദിവസമെങ്കിലും ഇവിടെ വരിക എന്നുള്ള ഒരു നിഷ്ഠ പാലിക്കാൻ കഴിയുന്നുണ്ട്. അത് സന്തോഷം. ഇന്ന് ഈ പ്രഭാഷണം ഒരുക്കി ക്ഷണിച്ച സംഘാടകരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളിലേവരിലും നിത്യനിരന്തരം പരിലസിക്കുന്ന ഗോവിന്ദ മഹത്വത്തിനു മുന്നിൽ സ്വാമിയുടെ സാദര പ്രണാമം. സ്വാമിയുടെ മുഖ്യ ആശ്രമം കൊല്ലത്താണ്. കൊല്ലത്ത് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. സംബോധാരണ്യം എന്ന പേരിലാണ്. അവിടെ ഫെബ്രുവരി 16 മുതൽ 21 വരെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആചാര്യൻ സംപൂജ്യ ബോധാനന്ദ സ്വാമിജിയുടെ ഒരു യോഗസൂത്രങ്ങളെ അധികരിച്ചുള്ള ശിബിരം ഒരുക്കിയിട്ടുണ്ട്. ആ ശിബിരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കട്ടെ. സ്വാമിജി ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. യോഗസൂത്രങ്ങൾ എന്ന് പറയുന്നത് ഭാരതീയ മനഃശാസ്ത്രം എന്നൊരു മനഃശാസ്ത്രം പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ മനഃശാസ്ത്രപരമായ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാതഞ്ജലി യോഗസൂത്രങ്ങളിൽ പ്രകാശിതമായിട്ടുണ്ട്. 16-ാം തീയതി മുതൽ 21-ാം തീയതി, 22-ന് നിങ്ങൾക്ക് തിരിച്ചു പോരാം. 16-ാം തീയതി കാലത്ത് എത്തിച്ചേരണം. ഈ രീതിയിൽ ഈ യോഗസൂത്ര ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് മുതിർന്നവരെ ക്ഷണിക്കട്ടെ. മുതിർന്നവർ വരുന്ന സമയത്ത് ശിബിര വിഹിതമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ താമസിച്ച് ചെയ്യുന്നതിന് 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. യുവജനങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട്, തികച്ചും സൗജന്യമായിട്ട് നൽകാം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗ ശിബിരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള യുവജനങ്ങളെ അവരെ അയക്കും. ഇംഗ്ലീഷ് മനസ്സിലാവണം എന്നുള്ള, പിന്നെ ഈ വിഷയത്തിൽ താല്പര്യമുള്ള ഇതിൽ വന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്കത് ജീവിതത്തിൽ എന്നേക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം പരോക്ഷമായിട്ട് ഇതിൽ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷത. അപ്പോൾ പതഞ്ജലി എങ്ങനെയാണ് ഭാരതീയമായ ഒരു മനഃശാസ്ത്ര ചിന്ത അവതരിപ്പിക്കുന്നത്? മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണല്ലോ പലരുടെയും പ്രയാസം. അതെങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് 24 വയസ്സ് വരെ പ്രായമുള്ള, ഒരു 16 വയസ്സിന് മുകളിലും 24 വയസ്സിന് മധ്യേ പ്രായമുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. മുതിർന്നവർക്ക് പക്ഷേ ശിബിരവിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുക, ഉടനെ തന്നെ വിവരം അറിയിക്കണം. ഫെബ്രുവരി 16 മുതൽ 21 വരെ യോഗ ശിബിരം, യോഗസൂത്രങ്ങളുടെ ശിബിരം. സംപൂജ്യ ബോധാനന്ദ സ്വാമിജി ഇവിടെ കോഴിക്കോട് വരുന്നുണ്ട്. കോഴിക്കോട് കേസരി ഭവനിൽ സ്വാമിജി പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്.
എന്നാണത്? എന്നാ സ്വാമിജി? 24-ാം തീയതി വൈകിട്ട് കേസരി ഭവനിൽ സ്വാമിജി പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവിടേക്കും താല്പര്യമുള്ള എല്ലാവരെയും ക്ഷണിക്കട്ടെ. ഒരിക്കൽ കൂടി സംഘാടകരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരിലെയും ഗോവിന്ദ മഹത്വത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ സന്ദേശം ഗോവിന്ദ ജപത്തോടുകൂടി ആരംഭിച്ച് കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ ഏവർക്കും സാധിക്കട്ടെ. അതിന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വിരമിക്കുന്നു.